ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെ കുറച്ച് എളുപ്പമുള്ള ഭാഗങ്ങളാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുന്നത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതായത് സൈൻ എക്സ്, കോസ് എക്സ്, കൊസീക്ക് എക്സ്, സീക്ക് എക്സ്, ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കാണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ എഫ് എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എന്ന് പറയും നമ്മൾ. എഫിൻ്റെ മുകളിൽ റേസ്റ്റ് -1 അത് എവിടെ നിന്ന് എവിടേക്കാണ്? ബിയിൽ നിന്ന്. നേരെ തിരിച്ചിൽ ബിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ഈ രീതിയിലാണ്. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അതാണ് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ. റേഞ്ച് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് നമുക്ക് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഈ വൈക്ക് കിട്ടുന്ന എക്സിന് നമ്മൾ ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് വൈക്ക് കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്രയൊന്നും പഠിച്ചു വെക്കണം എന്നില്ല. നിങ്ങൾ പഠിക്കേണ്ടത് ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും പഠിക്കണം. കാരണം 1 വേർഡ് ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കലുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റേഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് ചോദിക്കും. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ഇത് കൊടുക്കും, സെക്കൻഡ് ഓപ്ഷൻ ഇത്. അപ്പോൾ നമ്മൾ അറിയണം. അപ്പോൾ ഈ ടേബിൾ കാര്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഫസ്റ്റത്തെ ഈ സംഭവങ്ങളാണ് ഇതിൻ്റെ ഡൊമെയിൻ, ഇതാണ് റേഞ്ച്. അടുത്തതായിട്ട് പഠിക്കേണ്ടത് പ്രിൻസിപ്പൽ വാല്യൂ കാണാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നതിൻ്റെ മുന്നേ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചാണ്. ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം. സൈനിൻ്റെ വാല്യൂ 0 ഡിഗ്രി ആണെങ്കിൽ 0, സൈൻ 30 ഡിഗ്രി ആണെങ്കിൽ 1/2, അങ്ങനെ ഈ വാല്യൂസ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിന്ന് ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണ്? ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. സൈനിന് എപ്പോഴാണ് 1/√2 എന്ന് പറയുന്ന ആൻസർ വരുന്നത്? നോക്കിയാൽ സൈനിൽ നേരെ നോക്കുക. അത് സൈഡിൽ നിങ്ങൾ എഴുതി വയ്ക്കാം, അല്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ 1/√2 എപ്പോഴാണ് വരുന്നത്? ഏത് ഡിഗ്രി ആകുമ്പോഴാണ്? 45 ഡിഗ്രി. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം 45 ഡിഗ്രി. ഇനിയിപ്പോൾ അവർ റേഡിയൻ എന്ന് പറയുന്ന മെഷറിലാണ് ആൻസർ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അതും അറിഞ്ഞിരിക്കണം. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഈസ് π/4 റേഡിയൻ. ഓക്കെ, റാഡിന് എഴുതും, അല്ലെങ്കിൽ സി എന്നൊക്കെ എഴുതും. ഒക്കെ റേഡിയൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആൻസർ ആയിട്ട് π/4 മാത്രം എഴുതിയാലും മതി. ഓക്കെ, ഇനി സൈൻ ഇൻവേഴ്സിന് പകരം ടാൻ ഇൻവേഴ്സ് √3 ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് √3. അപ്പോൾ എന്താ നോക്കേണ്ടത്? ടാനിന് എപ്പോഴാണ് √3 വരുന്നത് നോക്കുക. ടാനിൽ നേരെ നോക്കുക. √3 എപ്പോഴാണ് വരുന്നത്? 60 ഡിഗ്രി. 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 60 ഡിഗ്രി ഈക്വൽ ടു π/3 റേഡിയൻ. അപ്പോൾ നിങ്ങൾ π/3 ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ. ഇതിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആയിട്ടല്ലേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. വന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ടേബിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ടേബിൾ ആദ്യം പഠിച്ചു വെക്കണം. ഇനിയിപ്പോൾ ഈ ക്വസ്റ്റ്യൻ മാറി. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചോദിച്ചത്, ടാൻ ഇൻവേഴ്സ് ഓഫ് -√3 എന്താ? കണ്ടോ, നെഗറ്റീവ് വന്നു. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ 6 ഫങ്ഷൻസ്, 6 ഐഡൻറ്റിറ്റീസ് നിങ്ങൾ പഠിക്കണം. അതായത് സൈൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പുറത്തേക്ക് എടുക്കാം. ടാൻ ഇൻവേഴ്സിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് പുറത്തേക്ക് എടുത്തിട്ട് പോസിറ്റീവ് എക്സ് എടുത്താൽ മതി. പക്ഷേ കോസും സീക്കും കോട്ടും ആവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അത് π- കോസ് ഇൻവേഴ്സ് എക്സ്. അതിന് പൈയിൽ നിന്ന് അത് കുറച്ച് കളയണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ നേരത്തെ ചോദിച്ചത് നിങ്ങളോട് ടാൻ ഇൻവേഴ്സ് -√3 എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നെഗറ്റീവ് വന്നാൽ ഇതിൽ ഏതാണ് ടാനിൻ്റെ ഫോർമുല? ഇതല്ലേ, ടാൻ ഇൻവേഴ്സ് -x അല്ലേ? എക്സിന് പകരം ഇവിടെ ആരാ? √3 വന്ന് എന്ത് ചെയ്യണം? മൈനസ് ഇടുക. യെസ്, മൈനസ് ഇട്ടു. ടാൻ ഇൻവേഴ്സ് എഴുതുക. ടാൻ ഇൻവേഴ്സ് ഇട്ടു. എക്സിന് വരെ ആരാ? √3. ഇനി നിങ്ങൾക്ക് നോക്കാൻ അറിയാം. ഇനി എന്താ നോക്കണ്ടേ? നെഗറ്റീവ് ഒന്നുമില്ലല്ലോ, പോസിറ്റീവ് ആയില്ലേ? അപ്പോൾ ടാനിന് എപ്പോഴാണ് √3 വരിക നോക്കുക. അപ്പോൾ ടേബിൾ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ടാനിന് എപ്പോഴാണ് √3 വരിക? ഇറ്റ് ഈസ് π/3 അല്ലെങ്കിൽ 60 ഡിഗ്രി അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, -π/3 അല്ലെങ്കിൽ -60 ഡിഗ്രി എന്ന് എഴുതിയ ആൻസറായി. ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. ഇനി വേറെ ചോദ്യം നോക്കാം. വാട്ട് ഇസ് കോട്ട് വേണ്ട, കോസ് തന്നെയാക്കാം. കോസ് ഇൻവേഴ്സ് -1/√2 എന്താന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ചെയ്യുക? നെഗറ്റീവ് വന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് ഈ 6 ഫോർമുലയിൽ ഏത് അപ്ലൈ ചെയ്യുക? കോസിൻ്റെതാണ് അല്ലേ? π- കോസും സീക്കും കോട്ടും ആകുമ്പോൾ എന്ത് ചെയ്യണം? പൈയിൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ π- ഇനി എന്ത് ചെയ്യുക? കോസ് ഇൻവേഴ്സ് എക്സ്, അതായത് കോസ് ഇൻവേഴ്സ് എക്സിന് പകരം ഇവിടെ ആരാ? അപ്പോൾ മൈനസ് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എക്സിന് പകരം ആരാ? 1/√2. ദിസ് ഇസ് ഈക്വൽ ടു π-. ഇനി എന്താ നോക്കേണ്ടത്? കോസിന് എപ്പോഴാണ് 1/√2 വരിക? അതാ, അപ്പോൾ കോസിന് എപ്പോഴാണ് 1/√2 വരുന്നത്? ഇറ്റ് ഈസ് 45 ഡിഗ്രി അല്ലെങ്കിൽ π/4. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് റേഡിയനിലാവണമാണ്. π - π/4 എന്ന് എഴുതാം.
ഇനിയിപ്പോൾ ഇങ്ങനെ റേഡിയനിൽ എഴുതാൻ അറിയാത്തവർക്ക് ഓക്കെ, പൈ മൈനസ് പൈ ബൈ 4 നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പൈ ഇൻറ്റു 4 4 പൈ 1 ഇൻറ്റു പൈ പൈ അല്ലേ, നടുവിൽ മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു, ഹോൾ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 4 4 4 പൈ മൈനസ് പൈ എന്താ 3 പൈ. അപ്പോൾ 3 പൈ ബൈ 4 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഇനിയിപ്പോൾ ഇങ്ങനെ പൈ വെച്ച് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ സെയിം ആണ് അല്ലേ. പൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഡിഗ്രിയിൽ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണം. പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്, പഠിച്ചു വെച്ചോളാം. പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 എത്രയാണ്? അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ 1/√2 എപ്പോഴാണ് കോസിന് കിട്ടണേ? പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. ഡിഗ്രിയിൽ എഴുതുമ്പോൾ എല്ലാം ഡിഗ്രിയിൽ എഴുതണം കേട്ടോ. അപ്പോൾ 45 ഡിഗ്രി. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റർ എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയെങ്കിൽ 180 മൈനസ് 45 എത്ര വരിക? 135. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 135 ഡിഗ്രി. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയെങ്കിലും എഴുതി വെക്കുക കേട്ടോ. അപ്പം എത്രയേ ഉള്ളൂ. ഇത് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷനിൽ ചിലപ്പോൾ അവർ കൊടുക്കുക പൈയിലായിരിക്കും കൊടുക്കുക. ഓപ്ഷൻസ് വരുന്ന ക്വസ്റ്റ്യനാണ് വിചാരിക്കുക. അങ്ങനെ എ എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ പൈ ബൈ 4, ബി എന്ന് പറഞ്ഞിട്ട് 3 പൈ ബൈ 4, പിന്നെ സി എന്ന് പറഞ്ഞിട്ട് 2 പൈ ബൈ 3 എന്നൊക്കെയാവും കൊടുക്കുക. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ 135 ആണല്ലോ എനിക്ക് കിട്ടിയത്, ഇതിലിപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ എടുക്കുക. പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി അറിയണ്ടേ? പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ, അത് പഠിക്കണം. പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ പൈ ബൈ 4 എന്ന് പറഞ്ഞാലോ 180 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കുക. 45 ഡിഗ്രി. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ 135 ആ. 45 പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് 3 പൈ ബൈ 6 അല്ല 4 ആണ് ഓപ്ഷൻ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പൈക്ക് പകരം 180 കൊടുക്കുക. അപ്പോൾ എന്താ വരിക? 3 ഇൻറ്റു പൈക്ക് പകരം എന്ത് കൊടുക്കണം? 180 ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കണം? 4 കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ 135 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് പൈയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ പഠിക്കേണ്ടത് പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ ഈ ഒരു 6 ഫോർമുല പഠിക്കുക, നിർബന്ധമായിട്ടും പഠിക്കുക. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.